ADGP MR അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. വിഷ്ണു കരുണാകരൻ ചേരുന്നു. മന്ത്രിസഭാ യോഗം ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് തീരുമാനം കൈക്കൊള്ളും എന്ന് പറയുന്നു. വിഷ്ണു കരുണാകരൻ, എന്തായിരിക്കും ആ തീരുമാനം എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ക്രൈംബ്രാഞ്ചിനെയോ പ്രത്യേക സംഘത്തെയോ നിയോഗിക്കാൻ നീക്കമുണ്ടോ? തീർച്ചയായിട്ടും പരേഷ്, അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യതയുണ്ട്. അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നുള്ള ശുപാർശ അംഗീകരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ഏതായാലും ആഭ്യന്തര സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആഭ്യന്തര സെക്രട്ടറി ഇനി അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഏകദേശം ഇന്ന് വൈകിട്ടിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയം, അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിലനിൽക്കുന്ന ADGP തന്നെയാണ് അതിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളൊരു വലിയ വിമർശനം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വിമർശനം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ CPI അടക്കം ഇതിനെ എതിർത്ത് പറയുകയായിരുന്നു. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ശരിയായ നടപടിയല്ല, അന്വേഷണം വേണമെന്നുള്ള ആവശ്യം CPIയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും ശക്തമായി ഉയർന്നിരുന്നു. ഈ സമ്മർദ്ദത്തിനൊടുവിലാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരു ഉത്തരവിന് അടിസ്ഥാനപ്പെടുത്ത ഒരു അന്വേഷണത്തിന് ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനത്തിന് ശേഷം ഇത് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനമാകുന്നു. ഏതായാലും ഇത് അന്വേഷണത്തിന് ഉത്തരവ് എന്തായാലും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ഒരു ആർക്കാണ് ഈ അന്വേഷണം ഏൽപ്പിക്കുക, ആരുടെ ആണ് ചുമതല എന്നുള്ള കാര്യങ്ങളാണ് ഈ അറിയാൻ സാധിക്കുന്നത്. വളരെ വൈകിയാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. ഏതായാലും മറ്റു അന്വേഷണങ്ങൾ കൂടി എല്ലാ കേസുകളും, അതായത് ADGPക്കെതിരായ പല ആരോപണങ്ങളിലെ എല്ലാ അന്വേഷണങ്ങൾക്കും ശേഷം ഒരു നടപടി എടുത്താൽ മതിയാകുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് CPM പിന്തുണയ്ക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു അന്വേഷണം കൃത്യമായി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഈ കേസിൽ ADGP നൽകിയ റിപ്പോർട്ടിൽ പോലീസിന് ചെറിയ വീഴ്ചകൾ ഉണ്ടായെങ്കിലും അത് ഔദ്യോഗികമായ ഒരു വീഴ്ചയായി കാണുന്നില്ല എന്ന് തന്നെയാണ് വിവരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാഹ്യ ഇടപെടലുകളോ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാണ്. എന്നാൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പേരുള്ള അന്വേഷണമായിരിക്കും നടക്കുക. മനീഷ്, ഈ തൃശൂർ പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതിനെതിരെ പരാതി നൽകപ്പെട്ടിട്ടുണ്ടല്ലോ. ആ പരാതി അടക്കമുള്ളവയും ഈ അന്വേഷണത്തിൽ വരാൻ സാധ്യതയുണ്ടാവുമല്ലേ വിഷ്ണു? തീർച്ചയായിട്ടും ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഏതായാലും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അവിടെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധത്തിലുള്ള അന്വേഷണവും കൃത്യമായി ഉണ്ടാകും. എന്നാൽ RSS കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു അന്വേഷണമാണ് നടക്കുന്നത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ കൃത്യമായി അന്വേഷിക്കുമ്പോൾ പോലും പരിമിതികളുണ്ട്. കേസ് എടുക്കാതെയുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ മൊഴിയെടുക്കുന്നതിലെല്ലാം കുറച്ച് പരിമിതികളുണ്ട്. ഏതായാലും എല്ലാം ഒന്നിച്ചുള്ള അന്വേഷണമായിരിക്കില്ല, പല വിധേയനായിട്ടുള്ള അന്വേഷണം തന്നെയായിരിക്കും. ഈ വിഷയത്തിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആ പൂര ദിവസം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം കണക്കുകൂട്ടി മൊത്തത്തിലുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും നടക്കുന്നത്. ശരി വിഷ്ണു, എന്തായാലും തൃശൂർ പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിനും അഭിഭാഷകനായ അഡ്വക്കേറ്റ് K സന്തോഷ് കുമാറുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ചികിത്സ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസ് മറ്റു ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ തിരുവമ്പാടിയിലേക്ക് എത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും മോട്ടോർ വാഹന വകുപ്പിനും പരാതി ലഭിച്ചിരുന്ന കാര്യം കൂടി ഓർക്കുക.